മാസ് മോട്ടോഴ്സ് മഞ്ഞപ്ര നമ്മുടെ ഹോണ്ട ആക്റ്റീവ സിലിണ്ടർ ഹെഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. അത് ഡീകാർബണൈസിങ്ങിന് വേണ്ടിയിട്ട് അയച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ ഉണ്ടല്ലോ, ബാക്ക് ഷോക്ക് അബ്സർ ഓൾറെഡി ഓയിൽ ലീക്കായിട്ട് ഡാമേജ് ആണ് ശരിക്കത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് മൊത്തം ഓയിൽ ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് എങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വണ്ടി നല്ല തെറിപ്പായിരിക്കും. അതായത് ഓയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കായിട്ട് പുറത്തേക്ക് പോയേക്കണോണ്ട് തന്നെ ബാക്കിയത്തെ ഫുള്ളായിട്ട് ഹൈഡ്രോളിക് വർക്കിംഗ് പോയിട്ട് സ്പ്രിങ്ങുമ്പോൾ മാത്രം വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ ഗട്ടറിൽ ചാടിയാൽ പോലും വണ്ടി നല്ല തെറിപ്പായിരിക്കും കേട്ടോ. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം ഞാൻ അഴിച്ചിട്ടുണ്ട്. ഇനി ഹെഡ് അഴിക്കണമെങ്കിൽ നമുക്ക് എൻജിൻ പുറത്തെടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഭാഗം. അത് നമുക്ക് ഹെഡിൻ്റെ ഭാഗമാണ് നമുക്ക് അഴിക്കേണ്ടത്. പിന്നെ ക്ലച്ചിൻ്റെ അത് നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട ക്ലച്ച് ഗ്രീസിങ്ങിനും ചെക്കപ്പും ബെൽറ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധാരണ നമുക്ക് അഴിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ കൂട്ടത്തിക്കടെ സർവീസ് ചെയ്യണതുകൊണ്ട് അതും കൂടി നമ്മൾ അഴിച്ചേക്കണമെന്നുള്ളൂ. എൻജിൻ ഹെഡിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എവിടെയും ഫ്രണ്ടിലേക്കാണ് നമുക്ക് വരാം, കരിയും കാര്യങ്ങളൊക്കെ വന്ന ഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ എൻജിൻ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കണം, എന്നാലാണ് നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിനകത്ത് അത്യാവശ്യം വാൽവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കരിയുണ്ട്. അതായത് ഈ വാൽവിൽ ഈ അടിഞ്ഞു കൂടുന്ന കരികളാണ് നമുക്ക് അതിനൊരു പ്രോബ്ലം സൃഷ്ടിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കറക്റ്റ് വാൽവ് എങ്ങനെയാണ് ക്ലോസിങ് വരാം, ആ ക്ലോസിങ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് കാർബൺ ഈ വാൽവിൻ്റെ എഡ്ജിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ സമയം വാൽവ് കൃത്യമായിട്ട് അടയാത്തൊരു സിറ്റുവേഷൻ വരും. വാൽവ് അടഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കംപ്രഷൻ ലീക്കാവും, വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാം. വണ്ടി ചിലപ്പോൾ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫായി, ചിലപ്പോൾ ഓട്ടത്തിൽ ഒന്ന് നിർത്തുന്ന വണ്ടി ആയിരിക്കാം. പിന്നെ അത് ഓഫായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ഒരുപാട് താമസം വരാം. അങ്ങനെ കുറേ പ്രോബ്ലംസ് വരും. പിന്നെ നമുക്ക് സിലിണ്ടറിൻ്റെ കേസിൽ സിലിണ്ടറിനും പിസ്റ്റനും വേറെ പ്രശ്നം വന്നിട്ടില്ല. അത് സിലിണ്ടർ അങ്ങനെ തേമാനം വന്ന് കയറി പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ നല്ലോണം ഓയിൽ വന്നിട്ടുണ്ട്. അതാണ് ആ പുക കാണിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ജോയിൻ്റ് ആയിട്ട് വന്നെ, അപ്പോൾ ഓയിൽ കറക്റ്റ് ഈ ഫേസിലേക്ക് ഇവിടെയാണ് സ്പാർക്കിങ് നടക്കുക. ആ ഭാഗത്തേക്ക് ഓയിൽ കയറി വരുമ്പോൾ ആണ് നമുക്ക് ആ ഓയിൽ കത്തണ ആ ഇതാണ് കളറിൽ നമുക്ക് പുകയായിട്ട് കാണാം. അപ്പോൾ സിലിണ്ടറിൽ വേറെ ഡാമേജ് ഇല്ല, പിസ്റ്റണും നമുക്ക് വലിയ തേയ്മാനം കാര്യങ്ങളില്ല. നോർമൽ തേയ്മാനം ഉണ്ട് ഉപയോഗത്തിൻ്റേതായിട്ടുള്ള. അത് നമുക്ക് ഈ റിങ്സ് മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഓയിൽ കയറി വന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഈ റിങ്സ് മാത്രം മാറ്റിയിട്ടാൽ മതി. കാരണം സ്റ്റാൻഡേർഡ് പിസ്റ്റണാണ് കിടക്കണേ. അപ്പോൾ റിങ്സ് മാറ്റി നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ വാൽവ് നമ്മൾ ലെയ്ത്തിൽ കയറ്റിയിട്ട് നമുക്കത് കറക്റ്റായിട്ട് സീറ്റിങ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു താമസമാണ് നമുക്ക് വരുള്ളൂ. കാരണം അപ്പോൾ ഇന്ന് ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ടത്തേക്കാണ് നമുക്കത് സീറ്റ് ചെയ്ത് റെഡിയാക്കി കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഹെഡ് ക്യാമൊക്കെ ആയാലും റോക്കറാം സെറ്റൊക്കെ ആയാലും വർക്കിംഗ് ഒന്നും വേറെ പ്രോബ്ലം ഇല്ല. ഇതാണ് ഹെഡ് ക്യാം വരുന്നത്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ആക്കിയാൽ മതി. റോക്കറാമിൻ്റെ ആയാലും റോളർ ടൈപ്പ് ബെയറിംഗ് ആണ് വന്നത്. അതൊന്നും പറയത്തക്ക വേറെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അഴിക്കുമ്പോൾ എന്തെങ്കിലും സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്താൽ ഹെഡ് റോളിങ് ചെയ്യുക, ഡീകാർബണൈസിങ് എന്നൊക്കെ പറയും. അത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ സർവീസിൽ എയർ ഫിൽറ്റർ മാറ്റിയതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കയറ്റിയാൽ മതി. പക്ഷേ കാർബറേറ്റർ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ പ്ലഗും നമ്മൾ മാറ്റും. പ്ലഗ് എന്തെങ്കിലും നമുക്ക് കംപ്ലയിൻ്റ് ആണ് നമ്മൾ പുതിയതിട്ടാണ്. അപ്പോൾ പ്ലഗും നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം വന്ന സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ പ്ലഗ് പോയി, ഇപ്പോൾ പുതിയ പ്ലഗ് ഇട്ടേക്കണം. അപ്പോൾ പ്ലഗ് മാറ്റുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കഴിഞ്ഞ സർവീസിൽ മാറ്റിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ആക്കിയാൽ മതി. കാർബറേറ്റർ ഒന്ന് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. പുതിയ ബെൽറ്റാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ക്ലച്ചിനകത്ത് നോർമൽ സാധാരണമായി ബന്ധപ്പെട്ട് വന്ന ക്ലീനിങ്ങും അതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് ക്ലച്ചൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. ക്ലച്ചസ് കാര്യങ്ങളും നിലവിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ആക്കി മതി. അതിൻ്റെ റോളർ വെയ്റ്റും കാര്യങ്ങളൊക്കെ ആയാലും റോളർ വെയ്റ്റൊന്നും വേറെ പറയത്തൊക്കെ വലിയ തേയ്മാനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ എന്നപ്പോഴും നമുക്ക് ഈ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ ബെൽറ്റ് വർക്ക് ചെയ്യണ ഭാഗമാണ്. അത് ശരിക്കും ഒരു നല്ല സ്മൂത്തായിട്ട് ചെറിയൊരു സ്ലോപ്പ് പോലെ വന്നിട്ടുണ്ട്. അത് നമുക്ക് പിക്കപ്പിനൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ബെൽറ്റ് അതിനകത്ത് കിടന്നാൽ വർക്ക് ചെയ്യുക. ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടാണ്. ഇത് അലുമിനിയം ബോഡി ആയതുകൊണ്ട് തന്നെ കുറേ വർക്കിംഗ് ആവണതിൻ്റെ അനുസരിച്ചിട്ട് തേയ്മാനം വരും സംഭവം. അത് നോർമൽ വന്ന കേസാണ്. അപ്പോൾ അത് മാത്രം നമുക്ക് ക്ലച്ചിനകത്ത് അത് മാത്രം ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയത്തൊക്കെ ക്ലച്ച് അതങ്ങനെ തന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി കയറ്റിയാൽ മതി. ഹെഡിനകത്ത് വരുമ്പോഴും വാൽവ് സീറ്റ് ചെയ്യാം, പിസ്റ്റണും റിങ്സും കാര്യങ്ങളും മാറ്റാം, ഗ്യാസ്കറ്റ് കാര്യങ്ങൾ മാറ്റാം, അങ്ങനെ റീസെറ്റാക്കാം. പിന്നെ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ജനറലായിട്ടുള്ളൊരു സർവീസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം. ബാക്ക് ഷോക്കിൻ്റെ കേസ് ഒന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. ബാക്ക് ഷോക്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനിപ്പോൾ തെറിപ്പുണ്ടാകണം അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് ഓയിൽ ലീക്കാണ് ശരിക്കും. അപ്പോൾ അത് കൂട്ടത്തിയുടെ മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടിയും പറയാം കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്ക് ഷൂ ആയിട്ടുണ്ട് അത്യാവശ്യം. ബാക്ക് ടയറിൻ്റെ കേസും ടയറും മാക്സിമത്തിലേക്ക് എത്തിയാൽ നിൽക്കണം കേട്ടോ.
അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. അത് നമ്മളിപ്പോൾ ഈ എസ്റ്റിമേറ്റിൽ നമ്മളത് കൂടണില്ല. ടയറിൻ്റെ കേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് തരാം. ആ ഷോക്കിൻ്റെ കേസും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് അത് ഷോക്കിൻ്റെ കേസും അഡീഷണൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കേസാണ് ചെയ്യാനുള്ളത്. അപ്പോൾ വണ്ടി നമുക്ക് നാളത്തേക്ക് ആവുള്ളൂ, നാളെ വൈകിട്ടത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഹെഡ് പോയി ലേത്തി പോയി ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു വൈകുന്നേരം ആവും എന്തെങ്കിലും കേട്ടോ. ഒരു 5 മണി 6 മണിയൊക്കെ ആവും കിട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സർവീസ് വർക്ക് കൂടി ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നാളത്തേക്ക് എന്തെങ്കിലും ആവുള്ളൂ. ഓക്കെ.